വളരെ സന്തോഷമുണ്ട്. ദൈവത്തെ ഏറെ മഹത്വപ്പെടുത്തുന്നു. തിരുവല്ലായിലും പ്രാന്തപ്രദേശത്തും ദീർഘകാലം ഒരു ശമ്മാശനായിട്ട്, ഒരച്ഛനായിട്ടല്ല ഒരു പട്ടക്കാരനായിട്ട് വിരാജിച്ച് എനിക്ക് ഇന്ന് ദൈവമക്കളുടെ മധ്യത്തിൽ ഒരു രാജകീയ പുരോഹിതനായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്ക് ഞാൻ ഏറെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഏറെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. വിശ്വാസസ്നാനമേറ്റ അഭിഷേകം പ്രാപിച്ച് ഈ അനുഭവത്തിൽ വന്നതുകൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്. ഇന്നോ നാളെയോ പ്രിയൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാലത്തോടെ മധ്യാകാശത്തിൽ വെളിപ്പെട്ടാൽ യേശു ക്രിസ്തുവിന്റെ കൂടെയാണ്. ആ ധൈര്യം തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും ആ ജീവന്റെ പ്രത്യാശ തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഒരു കാര്യം ഈ ദിവ്യ അനുഭവത്തിലേക്ക് വന്നവരെ ഓർപ്പിക്കുന്നത്, നിത്യജീവൻ നഷ്ടപ്പെടാതെ ശ്രദ്ധിച്ചു കൊള്ളണം. ഞാനങ്ങനെ പറഞ്ഞതിന്റെ കാരണം, ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം അതിനു മുമ്പ് വന്ന അച്ഛന്മാരെ കുറിച്ച് ദൂരെ നിന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നിന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിന്നവരെയാണ് ദൈവം വിളിച്ച് വേർതിരിച്ച് ഈ ഗോളത്തിൽ കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ക്രിസ്മസ് അച്ഛനെയോ കണ്ടില്ല, തമ്മിൽ കാണുന്നതാണെങ്കിലും ദൂരെ നിന്ന് ചില കാര്യം മനസ്സിലാക്കിയിരുന്നു. അച്ഛനൊരു സന്തോഷം തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത്, നന്നായി ജീവിച്ച് വിശ്വസ്തയോടെ നിന്നവരെയാണ് ഈ മഹത്വമേറിയ ദിവ്യ അനുഭവത്തിൽ സാക്ഷ്യം വഹിപ്പാൻ ദൈവം വിളിച്ച് വേർതിരിക്കുന്നത്. അത് അന്ത്യത്തോളം കാപ്പാൻ, കിരീടം നഷ്ടപ്പെടാതിരിക്കാൻ വന്നവർ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് 2 വർഷം 3 മാസത്തെ അനുഭവത്തിൽ കൂടെ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. ഈ ദൈവത്തിന്റെ ഞാൻ സാക്ഷ്യത്തിലേക്ക് അവരും ദൈവത്തിന്റെ വിലയേറിയ ദാസന്മാര് സ്നാനപ്പെട്ട ഈ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് വരുന്ന അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും കൈത്താങ് കൊടുക്കുവാൻ തക്കവണ്ണം ഉദ്യമിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ ഏറെ മഹത്വപ്പെടുത്തുന്നു. പക്ഷെ വന്നവരോട് എനിക്ക് പറയാനുള്ളത്, തകർക്കപ്പെട്ടിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിന് വേണ്ടി നിന്നുകൊള്ളണം. തീരുമാനമൊക്കെ എടുക്കുന്നതിന് മുമ്പേ ദൈവശ്രദ്ധയെ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യമനുസരിച്ച് ഈ ഗോളത്തിൽ ദൈവമക്കൾ സ്റ്റെപ്പ് വെക്കാം. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ദൈവം നിങ്ങളെ കരുതുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിത്യജീവൻ നഷ്ടപ്പെടാതെ ശ്രദ്ധിച്ചു കൊള്ളണം. യേശുവിന്റെ സാക്ഷിയായിരിക്കണം. ഭാഷ കുഞ്ഞപ്പി ഓർപ്പിച്ചു, പദവിക്ക് സ്ഥാനമില്ല എന്ന്. പദവിക്ക് സ്ഥാനമില്ലെങ്കിലും കൊടുത്ത വിലയ്ക്ക് സ്ഥാനമുണ്ട്. മനസ്സിലായവര് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ, ശക്തിയോടെ ഒന്ന് സ്തോത്രം ചെയ്താൽ, പദവിക്ക് സ്ഥാനമില്ലെങ്കിലും കൊടുത്ത വിലയ്ക്ക് ദൈവസന്ധി വലിയ സ്ഥാനമുണ്ട്. മഹത്വത്തിൽ വെളിപ്പെടുമ്പോൾ എണ്ണി 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 ദൈവം തമ്പുരാൻ തന്ന് സഹായിക്കും. എല്ലാ രംഗത്തും ദൈവമക്കൾ ആ ജീവന്റെ പ്രത്യാശയിൽ സംതൃപ്തരായിരിക്കണം എന്നുകൂടി ദൈവജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവമക്കളെ, യാക്കോബായ സഭയിൽ ഒരച്ഛനായിരുന്നപ്പോൾ എന്നെ ഏറെ മുറിപ്പെടുത്തിയത് വചനത്തിന് വിരുദ്ധമായ വിഗ്രഹാരാധനയായിരുന്നു. കൊച്ചുപ്രായത്തിലെ സ്നാനവും വലിയ പ്രായത്തിലെ സ്നാനവും മധ്യസ്ഥ പ്രാർത്ഥനയും മരിച്ചവർക്കുള്ള പ്രാർത്ഥനയൊക്കെ അവിടെ കിടക്കട്ടെ. അതിനേക്കാൾ ഏറെ എന്നെ മുറിപ്പെടുത്തിയത് വചനത്തിന് വിരുദ്ധമായ വിഗ്രഹാരാധനയായിരുന്നു. യാക്കോബായ സഭയിലെ 2ാമത്തെ തീർത്ഥാടന കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന മുളന്തുരുത്തിയിലെ പെരുമ്പള്ളി പള്ളിയുടെ വികാരിയച്ഛനായിരുന്നു 2004 നവംബർ മാസം വരെ. എന്റെ സാക്ഷി അനേക ദൈവമക്കളും ദൈവദാസന്മാരും കേട്ടിട്ടുണ്ടെങ്കിലും യെരുശലേം, യഹൂദിയ, സമരിയ, ഗലീല, ബേത്ലഹേം, മരത്തിന്റെ വേര്, മരത്തിന്റെ തൊലി, മരത്തിന്റെ കുരു, മരത്തിന്റെ ഇല, കല്ല്, മണ്ണ്, മുള്ള്, അസ്ഥിഖണ്ഡങ്ങള്. ഒരിക്കൽ അന്ത്യോഖ്യയിൽ നിന്ന് യൂലിയോസ് മെത്രാച്ചൻ പെരുമ്പള്ളി വന്ന് എന്റെ കൂടെ താമസിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പാതിരാത്രിക്ക് ദൈവാത്മാവ് നിർബന്ധിച്ചപ്പോൾ ചോദിച്ചു, തിരുമേനി യേശു മാത്രമേ ഉള്ളെന്ന് എനിക്കറിയാം. യാക്കോബായ സഭയുടെ ഒരു ഭാഷയാണ്. തിരുമേനി
ഈ അസ്ഥി കഷ്ണങ്ങൾ ആരുടെയാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, മോനെ, ദൈവത്തിന് പോലും അത് അറിയത്തില്ലെന്ന്. അമേരിക്കയിൽ നിന്ന് വന്ന ദാസന് മനസ്സിലായി കാണും. മോനെ, ദൈവത്തിന് പോലും അറിയില്ല, പിന്നെ അത് ഞാൻ എങ്ങനെ അറിയും എന്ന് എന്നോട് ചോദിച്ചത്. വസ്ത്രത്തിന്റെ നൂല്, വിളുമ്പ്, കട്ടില്. രാവിലെ 6 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, വൈകിട്ട് 6 മണിക്ക് ഞാൻ ഇതിനൊക്കെ ധൂപം വെക്കണം. ഈ മരത്തിന്റെ വേരിനും കുരുവിനും ഇലയ്ക്കും കല്ലിനും മണ്ണിനും മുള്ളിനും അസ്ഥികർണങ്ങൾക്കും വസ്ത്രത്തിന്റെ നൂലിനും വിളുമ്പിനും കട്ടിലിനൊക്കെ ധൂപം വെക്കുമ്പം ഈ പാവപ്പെട്ട സമുദായക്കാരെ മുട്ടുമടക്കുകയാണ്, കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, കരയുകയാണ്. എന്തിനാണെന്നറിയാമോ? അനുഗ്രഹത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി. ഇതിൽ നിന്നൊക്കെ സ്വർഗത്തിലെ ദൈവം ഇവിടെ ഇരിക്കുന്നവരെ വിളിച്ചു വേർതിരിച്ചതിനെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദീർഘകാലം സൂക്ഷിച്ചിട്ടുള്ള കടമറ്റം പള്ളിയിലെ പ്രധാനപ്പെട്ട നേർച്ച ചാരായവും കൊഴുപ്പൂനുമായിരുന്നു. അച്ഛാ, ഷാപ്പിലെ കാര്യമല്ല പറഞ്ഞത്, പള്ളിയിലെ കാര്യമാണ് പറഞ്ഞത്. അച്ഛനോർത്തു, രാജിവെച്ചിന് എന്തിനാ ഷാപ്പിലെ കാര്യം ഇവിടെ പറയുന്നത്? ഷാപ്പിലെ കാര്യമല്ല പറഞ്ഞത്. ക്രിസ്മനച്ഛൻ ഇങ്ങനെ സംശയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പള്ളിയിലെ കാര്യമാണ് പറഞ്ഞത്. ഞാനായിരുന്ന ഇടവകയില് സെപ്റ്റംബർ 7-ാം തീയതി നട തുറക്കും, സെപ്റ്റംബർ 14-ാം തീയതി നട അടയ്ക്കും. അമ്പലത്തിലെ കാര്യമല്ല പറഞ്ഞത്, മൺറുകാട്ട് പള്ളിയിലെ കാര്യമാണ് പറഞ്ഞത്. 18-ാം പടി ചവിട്ടി ഗീവറീസ് സഹദായുടെ സന്നിധിയിൽ ചെന്നാൽ ഉദിഷ്ട കാര്യം സാധിക്കും. പുതുപ്പള്ളി ഓർത്തഡോക്സ് പള്ളിയിലെ കാര്യമാണ് പറഞ്ഞത്. 18-ാം പടി ചവിട്ടി ഗീവറീസ് സഹദായുടെ സന്നിധിയിൽ ചെന്നാൽ ഉദിഷ്ട കാര്യം സാധിക്കും. ഇതിന്നൊക്കെ ദൈവം വിട്ടുവെച്ചല്ല. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കേണ്ടവനെ ആരാധിപ്പാൻ, നമസ്കരിക്കേണ്ടവനെ നമസ്കരിപ്പാൻ, സ്തുതിക്കേണ്ടവനെ സ്തുതിപ്പാൻ, അനുകരിക്കേണ്ടവനെ അനുകരിപ്പാൻ, പ്രാർത്ഥിക്കേണ്ടവനോട് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ വിടുവിച്ചതിനെ ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഞാൻ ഇത്രയും പറഞ്ഞിട്ടൊരു കാര്യം ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോടും, ഈ അനുഭവത്തിൽ വന്ന പുരോഹിതന്മാരെന്ന് പറയില്ല, അച്ഛന്മാർ, പുരോഹിതന്മാര് വിശ്വാസത്തിന് അതിരരായി തീർന്നെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ പട്ടയേറ്റത് പഴയ നിയമത്തിലാ, പുതിയ നിയമത്തിലല്ല. ദൈവമക്കളെ, ഞാൻ ഓർപ്പിച്ചു വന്നത് 2 വർഷം 3 മാസത്തെ അനുഭവത്തിൽ കൂടെ ഒരു കാര്യം ഞാൻ പറയാം. ഈ യാക്കോയക്കാരെയോ ഓർത്തഡോക്സുകാരെയോ കത്തോലിക്കരെയോ മർത്തോമാക്കാരെയോ CSIക്കാരെയോ ഈ അച്ഛന്മാരെയും മെത്രാപ്പോലിത്തന്മാരെയും ഒന്നും ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ കുറ്റം പറയരുത്. കാര്യം എന്താണെന്നറിയാമോ? ഈ പാവപ്പെട്ട ജനം വഞ്ചിക്കപ്പെടുകയാണ്. വചനത്തിന്റെ മർമ്മം, പരിശുദ്ധാത്മാവിന്റെ ക്രിയ എന്തെന്നറിയാതെ ഈ പാവപ്പെട്ട ജനം വഞ്ചിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഞാൻ അനുഭവത്തിൽ കൂടെ പറയാം, ഈ പാവപ്പെട്ട ജനത്തിന് ബോധ്യം ലഭിച്ചാൽ ഈ പാവപ്പെട്ട ജനം എന്റെ യേശുവിനെ ആരാധിക്കാൻ പുറത്തു വരും. ആ പദവിയൊക്കെ ഉപേക്ഷിച്ച് ഈ സ്ഥാനത്ത് വന്നവർ ഏറ്റവും കുറഞ്ഞത് ഇന്ന് ആ ദൗത്യം ഏറ്റെടുക്കണം. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഈ ജീവന്റെ വചനവുമായി നമുക്ക് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. സത്യം ബോധ്യമായാൽ എന്റെ യേശുവിനെ ആരാധിക്കേണ്ടതിന്, എന്റെ യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിന് ഈ യാക്കോയക്കാരും ഈ ഓർത്തഡോക്സുകാരും ഈ കത്തോലിക്കരും ഈ മർത്തോമാക്കാരും ഈ CSIക്കാരും ഈ കന്യാസ്ത്രീകളും ഈ അച്ഛന്മാരൊക്കെ പുറത്തു വരും. ഞാന് വിശ്വാസസ്നാനം ഏറ്റത് പറയുന്നതിന് മുമ്പ് രാജു പോക്കാല ഭാഷയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുക, അല്പഹൃദയവേദനയോടെ പറയുക. ആരും ഞാന് ഇത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ എന്നോട് ദേഷ്യപ്പെടരുത്, കാലിന് ചട്ടുണ്ട്, അത് ഇതിൽ നിന്ന് കിട്ടിയതാ. ഞാൻ പറയാം, പെന്തിക്കോസുകാര് മൂല്യത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഈ പള്ളിയെല്ലാം ശൂന്യമായി തീർന്നേനെ. ഈ പള്ളിയെല്ലാം ശൂന്യമായി തീർന്നേനെ. മാർഗം 100-100 ശരിയാ. ആരാധന ആത്മാവിലും സത്യത്തിലുമാ. പഠിപ്പിക്കുന്ന വചനത്തിൽ മായോ ഇല്ല. പക്ഷേ പ്രവൃത്തിയുടെ കാര്യത്തിൽ, വചനത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ നമ്മൾ തകർന്നതുകൊണ്ട് ഇന്നും ഈ കേരളത്തിന്റെ മണ്ണിൽ വിഗ്രഹാരാധന നടമാടുന്നത്. ആ കുറ്റം ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് വചനപ്രകാര ജീവിതത്തെ ക്രമീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിന്റെ ഫലം ഈ കേരളത്തിന്റെ മണ്ണിൽ കായ്ച്ചാൽ അതുകൊണ്ട് മാത്രം താമസമിന ഈ പള്ളികൾ ശൂന്യമാകും, ഈ പള്ളികൾ ശൂന്യമാകും, ഈ പള്ളികൾ ശൂന്യമാകുക തന്നെ ചെയ്യും. അല്പം ദീർഘമായി ഞാൻ 3-4 മിനിറ്റ് ദൈവമക്കളെ മറ്റൊന്നും വിചാരിക്കരുത്.
ഞാൻ സ്നാനപ്പെട്ടത് ആരും എന്നോട് പറഞ്ഞിട്ടല്ല. എന്റെ വിചാരി തലമുറയിലെ ഞാൻ അങ്ങനെ പറയുക, ബന്ദിക്കോസുകാരെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ അച്ഛൻ ഞാനാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ 2005 ഒരു കാര്യം അരമിനിറ്റ് കൊണ്ട് പറയാം. മാർച്ച് മാസം യാക്കോബ് വലിയൊരു കൺവെൻഷന് കുറുപ്പംപടി പള്ളി കൺവെൻഷൻ. കേരളത്തിലെ ഏറ്റവും അധികം ഇടവക്കാരുള്ള പള്ളി കുറുപ്പംപടി പള്ളി. 5000-ലധികം വീട്ടുകാരുണ്ട്. മന്ത്രകാട്ട് പള്ളി 3000-ലധികമേ ഉള്ളൂ. അവിടുത്തെ കൺവെൻഷൻ എന്ന് പറയുന്നത് കഷ്ടാനുഭവ ആഴ്ചയില് 10,000-കണക്കിന് ജനം കൂട്ടും. അവസാനത്തെ ദിവസം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. ഇവിടെ മെത്രാപ്പൊലീത്ത ഉണ്ട്, സ്റ്റേജ് നിറച്ച്. മെത്രാപ്പൊലീത്ത വന്നതുകൊണ്ട് ഭദ്രാസനത്തിലെ അച്ഛന്മാരുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പം വികാരിയച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ 3-4 വീട്ടുകാരെ ആ കള്ളന്മാരെ കൊണ്ടുപോയി അച്ഛൻ അതൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. കള്ളനെന്ന് വിളിച്ചത് ഭാഷയും കൂടെ ഉപയോഗിച്ച എനിക്ക് കാര്യം മനസ്സിലായി. ദൈവമക്കളെ, ഹൃദയത്തിൽ ഇന്ന് മുറിവായി കിടക്കുന്നു. പ്രസംഗത്തിന്റെ ആവേശത്തിൽ അന്ന് രാത്രി ഞാൻ 10,000-കണക്കിന് ജനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഇടവ മെത്രാപ്പൊലീത്തന്മാരെ അച്ഛന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് വിശ്വാസ സ്നാനത്തിനൊരു വിശേഷണം കൊടുത്തു. ദൈവമക്കളെ, ഞാൻ അല്പം നമ്മൾ മാത്രം അതുകൊണ്ട് തെളിച്ച് പറയുക, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യപുരുഷന്റെ കൂടെ ഒളിച്ചോടുന്നതിന് തുല്യമാണ് യാക്കോബായ സഭയിൽ കുഞ്ഞുപ്രായത്തിലെ മാമോദീസയേറ്റ ഒരു വ്യക്തി വിശ്വാസസ്നാനമേറ്റ് പുറത്തു പോകുന്നത് എന്ന് ഞാൻ വിശേഷിപ്പിച്ചു. യാക്കോബക്കാർക്കൊക്കെ സന്തോഷമായി, അച്ഛന്മാരെ അഭിനന്ദിച്ചു. പക്ഷെ എന്റെ വിചാരം, ഞാനത് പറഞ്ഞപ്പോൾ അന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ കണക്കിട്ട് കാണും, ഉന്നതത്തിലെ ദൈവം എന്നെ കണക്കിട്ട് കാണും. മോനെ, നിന്നെക്കൊണ്ട് ഞാനിത് തിരിച്ചു പറയിപ്പിക്കും, നിന്നെക്കൊണ്ട് ഞാനിത് സത്യം പറയിപ്പിക്കും. എന്നെ കുറിച്ച് സത്യം പറയുവാൻ തക്കവണ്ണം ദൈവം വിളിച്ച് വേർതിരിച്ചതിനെ ഓർത്ത് ഞാൻ ഏറെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, സമയം പോകുന്നില്ല. 2005 ഒക്ടോബർ 20 വ്യാഴാഴ്ച, അന്ന് ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും വഴക്ക് പിടിച്ച് പൂട്ടിക്കിടക്കുന്ന കോലഞ്ചേരി പള്ളിയുടെ യാക്കോബായ സഭയുടെ എഴുപ്പുറം ചാപ്പന്റെ വികാരിയച്ഛനായിരുന്നു. ഒരു കുറവുണ്ടായിട്ടല്ല സ്നാനപ്പെട്ടത്, നിന്ന സ്ഥാനത്ത് ഏറെ ഉണ്ടായിരുന്നു, ഒരു കുറവുമില്ലായിരുന്നു. ദൈവമക്കളെ, 2005 ഒക്ടോബർ 20 വ്യാഴാഴ്ച 5 മണിക്ക് മലയക്കുരിശിലിരിക്കുന്ന സിംഹാസനപ്പള്ളികളുടെ മെത്രാപ്പൊലീത്ത ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത കയ്യിൽ നിന്നും 1 മാസത്തെ അവധി മേടിച്ച് അന്ന് 5 മണിക്ക് ഒരച്ഛനായിട്ട് ഞാൻ ദുബൈ ചെന്നു. ഒരച്ഛനായിട്ട് ദുബൈ ചെന്ന് പറയുമ്പോൾ എന്റെ 5 വെള്ളക്കുപ്പായം, 3 കറുത്തക്കുപ്പായം, 4 തൊപ്പി, കുർബാന തക്സ, കുർബാനക്രമം, ആണ്ട് തക്സ, കൂദാശക്രമയുടെ പുസ്തകം, കുർബാനക്രമം ഒക്കെ ഇപ്പം ദുബൈയിലെ IPCയുടെ ഭാഷ കോശിമാത്യന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. സുനുവച്ചൻ നോക്കുന്ന ഒരു കുപ്പായം കൊണ്ടുവന്നിരുന്നെങ്കിൽ നിട്ടുകൊണ്ട് വരായിരുന്നത്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ ദുബൈക്ക് പോയത് ബന്ദിക്കോസിൽ ചേരാനോ കുപ്പായം ഊരാനോ വിശ്വാസസ്നാനേക്കാനോ അല്ല. എന്തിനാ പോയത് അത് പിന്നെ സമയമുള്ളപ്പം പറയാം. 11 മണി രാത്രിയില് ഞാൻ എപ്പോഴും കുപ്പായം വെച്ചിട്ടുണ്ട്, തുപ്പി വെച്ചിട്ടുണ്ട്. ഒരു ദൈവദാസനും മന്ത്രകാട്ട് പള്ളിയിൽ ഒരിക്കൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന, ദുബൈയിൽ പോയി വിശ്വാസസ്നാനമേറ്റുന്ന അവിടെ ദൈവിക വേലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ദൈവദാസനും ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിക്കാനിരിക്കുക. ഞാൻ ഒന്നുകൂടി പറയുക, അപ്പോഴും ഞാൻ കുപ്പായിട്ട് തൊപ്പി വെച്ചിട്ടുണ്ട്. ഈ ദൈവദാസൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോ എന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വിശ്വാസസ്നാനം ഏക്കണം. അച്ഛനെ അതിനാ ദൈവം ദുബൈ കൊണ്ടുവന്നത്, അച്ഛനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഞാന് അദ്ദേഹത്തോട് ദേഷ്യത്തോടെ, വളരെ നീരസത്തോടെ മറുപടി പറഞ്ഞു. അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഞാന് അലംഭാവ മനോഭാവത്തോടെ സംസാരിക്കുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന ദൈവദാസൻ പറഞ്ഞു. അച്ഛനായിരുന്നപ്പോഴും ഞാൻ കുറെ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. ഞങ്ങൾ 3 പേരും പ്രാർത്ഥിക്കാൻ കണ്ണടച്ചു. ദുബൈയില് 2005 ഒക്ടോബർ 20 വ്യാഴാഴ്ച 11 മണിക്ക് ഞങ്ങൾ 3 പേരും പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പം ഞാൻ അറിയാതെ ഒന്ന് നിലവിളിച്ച് കരഞ്ഞു. അങ്ങേ മുറി താമസിക്കുന്നവരൊക്കെ ഓടി വന്ന്, അച്ഛൻ എന്തിനാ കരയുന്നത്, അച്ഛൻ എന്ത് പറ്റി? ഞാൻ നിലവിളിച്ച് കരയുക. ദൈവമക്കളെ, എല്ലാവരും എന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കിയേ. ഞാൻ ഈ മുഖത്തേക്ക് നോക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ച ഒരു കാര്യമാണ്. എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കി. കാര്യം എന്താണെന്നറിയാമോ? കരഞ്ഞത് എന്തിനാന്ന് നാക്കുകൊണ്ട് പറഞ്ഞ് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ഒക്കില്ല. ദൈവാത്മാവ് എന്റെ മുഖത്ത് നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യം വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടത്. എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കിക്കേ. ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ ഞാൻ നിലവിളിച്ചത് എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ ഒരു കരം അന്തരീക്ഷത്തിൽ എഴുതുന്നു,
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവമക്കളെ, 3 പ്രാവശ്യം ഞാനിത് അന്തരീക്ഷത്തിൽ വായിച്ചു. ഇതൊരു തോന്നലോ വികാരമോ ആവേശമായിരുന്നില്ല. ഈ ഭിത്തിയിലൊരു വാക്യം എഴുതിയിട്ട് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് എങ്ങനെ വായിക്കുന്നു അതുപോലെ യേശുവിന്റെ കരം അന്ന് രാത്രി 11 മണിക്ക് എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അന്തരീക്ഷത്തിൽ എന്നെ എഴുതി കാണിച്ചു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവമക്കളെ, ഒരു 10 മിനിറ്റ് നേരം എനിക്ക് ഈ അനുഭവമുണ്ടായി. 10 മിനിറ്റ് നേരം എനിക്ക് ഈ അനുഭവമുണ്ടായി. ഒരു 10 മിനിറ്റായി കാണും. എന്റെ കൂടെ ഇരുന്ന ആ വിലയേറിയ ദൈവദാസന്റെ കയ്യെ കയറി ഞാൻ പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ, നാളെ രാവിലെ എനിക്ക് വിശ്വാസ സ്നാനമേക്കണമെന്ന് പറഞ്ഞു. 2005 ഒക്ടോബർ 20 വ്യാഴാഴ്ച 5 മണിക്ക് ഒരു അച്ഛനായിട്ട് ഞാൻ ദുബൈയിൽ ചെന്നെങ്കിൽ അന്ന് 11 മണിക്ക് യേശു എനിക്ക് തന്ന ദർശനമനുസരിച്ച് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ആ ദൈവദാസന്റെ കൈക്കീഴിൽ ഞാൻ വിശ്വാസ സ്നാനമേറ്റു. ദൈവമക്കളെ, ഞാൻ വിശ്വാസ സ്നാനമേറ്റെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടല്ല, ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടല്ല, യേശു എന്നോട് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇന്ന് എന്റെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ആരെ കണ്ടാലും വിശ്വാസ സ്നാനേക്കണമെന്ന് പറയുക. അതെന്റെ പ്രധാനപ്പെട്ട ജോലി. യേശുദാൻ ഗംഭീര ശബ്ദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കളത്തോടെ മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ ആ സൗഭാഗ്യത്തിന്റെ മണവറയിൽ പ്രവേശിച്ച് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിത്യാനന്ദം അനുഭവിക്കണമെങ്കിൽ നീ വിശ്വാസദാനമേറ്റേ മതിയാകും. ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ബോധ്യം എനിക്ക് തന്നത് എന്റെ സ്വർഗത്തിലെ ദൈവമാണ്. ഇനി ഈ ഭൂമിയിലെ 70 കോടി ബന്ധിക്കോസുകാർ ഒന്നിച്ചു നിന്നിട്ട് ഈ തിരുവല്ലായി നിന്നുകൊണ്ട് പറയാ, അച്ഛാ, രക്ഷയ്ക്ക് വിശ്വാസദാനം ആവശ്യമില്ല, അത് ഞങ്ങൾ വെറുതെ പഠിപ്പിച്ചതാ, ആളെ കൂട്ടാൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ ബന്ധിക്കോസുകാരുടെ ചങ്കിന്റെ നേരെ വെല്ലു ചൂണ്ടിക്കൊണ്ട് പാവപ്പെട്ട ഞാൻ ലോകത്തോട് വിളിച്ചു പറയും, ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വിശ്വാസദാനം ആവശ്യമാ, ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വിശ്വാസദാനം ആവശ്യമാ. ആ ബോധ്യം എനിക്ക് തന്നത് എന്റെ ദൈവമാ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഈ 2 വർഷം 3 മാസം കൊണ്ട് ഏറെ അനുഭവിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഈ ചട്ടും ഈ കാലിന്റെ അകത്ത് കമ്പിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ദൈവമക്കളെ, രാവിലെ 8 മണിക്ക് ഞാൻ വിശ്വാസസ്നാനമേറ്റെങ്കിൽ ഇന്ന് മുറിവായി കിടക്കുന്നു. അന്ന് 5 മണിക്ക് മൺറുകാട്ട് വെച്ച് എന്റെ 17 വയസ്സുള്ള മോൻ മർദ്ദിക്കപ്പെട്ടു. മൺറുകാട്ട് പള്ളി ഇടവകയിൽ നിന്ന് അച്ഛൻ പുറത്തു വന്നാൽ അവർ എങ്ങനെ അഭൂരിക്കുമെന്ന് ഞാൻ പറയാതെ ദൈവജനത്തിന് മനസ്സിലാകും. പള്ളിയുടെ സ്കൂളിൽ പഠിക്കുന്ന +1 പഠിക്കുന്ന മോനും 8 പഠിക്കുന്ന മോളും പുറത്തായി. അമ്മ വിളിച്ചു ചോദിച്ചു, മോനെ, മരിക്കുമ്പം കാണാൻ നീ വരുമോ എന്ന്. ചിലർ പറഞ്ഞ 1 കോടി രൂപ കിട്ടിയെന്ന്, ചിലർ പറഞ്ഞ 50 ലക്ഷം, ചിലർ പറഞ്ഞ് 25 കിട്ടിയെന്ന്, ചിലർ പറഞ്ഞ സ്വർഗീയ വിരുന്നിലെ തങ്കു എന്നെ വിലയ്ക്ക് മേടിച്ചെന്ന്. ദൈവമക്കളെ, സ്നാനപ്പെടുമ്പോൾ ഇന്ത്യയുടെ 2 100 രൂപ നോട്ട് എന്റെ കൈവശമുണ്ട്. അടുത്ത നേരെ എവിടുന്ന് ഭക്ഷണം കഴിക്കുക, എവിടെ അന്തി ഉറങ്ങും അറിയില്ല. യേശു പറഞ്ഞതനുസരിച്ചു. സഭയെ വഞ്ചിച്ച് കുടുംബത്തെ അവമാനിച്ചെന്ന് പറഞ്ഞു രാത്രി വന്ന് മൂത്ത ജ്യേഷ്ഠൻ സഭയോടുള്ള വാത്സല്യം കൊണ്ട് വടിയെടുത്ത് വീടിന്റെ ജലെല്ലാം തല്ലിപ്പൊട്ടിച്ചു. സ്നേഹിച്ചവരും ആദരിച്ചവരും ബഹുമാനിച്ചവരും അനുസരിച്ചവരും കള്ളു കുടിച്ചിട്ട് വീട്ടുവാതിക്ക് വന്ന് ചീത്ത പറയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന മുറിവ് ദൈവമക്കളൊന്ന് ചിന്തിച്ച്. കേരളത്തിൽ കാലി ചവിട്ടുക നിവൃത്തിയില്ലാതെ 6 മാസം ദുബൈ കഴിയേണ്ടി വന്നു. 2 കല്യാണം വീട്ടിൽ നടന്ന് ചേട്ടന്റെ മോന്റെയും പെങ്ങളുടെ മോന്റെയും. എന്നെ മാത്രം സംബന്ധിപ്പിച്ചില്ല, അത് അവർക്ക് അപമാനമായതുകൊണ്ട്. ഭാര്യ 2 പ്രാവശ്യം എനിക്ക് എഴുതി, അച്ഛാ, പോയതുപോലെ ഇപ്പോഴും എഴുത്ത് കൈവശമുണ്ട്, പോയതുപോലെ ഒരച്ഛനായിട്ടല്ല മടങ്ങി വരുന്നതെങ്കിൽ മടങ്ങി വരുമ്പോൾ ഞാനും എന്റെ കുഞ്ഞുങ്ങളെ ഈ വീട്ടിൽ കാണില്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. 2 പ്രാവശ്യം എന്റെ ഭാര്യ എനിക്ക് എഴുതി. പിന്നെ ഉണ്ടായ സംഭവങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല. വാക്ക് അവസാനിപ്പിക്കട്ടെ. ഇത്രയും പറഞ്ഞത് നിങ്ങളെ ആരെയും മുറിപ്പെടുത്താനോ വേദനിപ്പിക്കാനല്ല, മറിച്ച് ഇത്രയും പറഞ്ഞത് ഒരു കാര്യം പറയാനാ. ഇന്നെല്ലാറ്റിനും ദൈവം നീക്കുപോക്ക് തന്നു. ആശ്രയിച്ചാൽ ലജ്ജിക്കേണ്ടി വരില്ല, ആശ്രയിച്ചാൽ ഒരു നന്മയ്ക്കും കുറവ് വരില്ല, അനുഗ്രഹിക്കും. ഇന്ന് തോന്നുന്ന നഷ്ടം വന്നെന്ന് നാളെ ദൈവം ലാഭമാക്കും. ഇന്ന് വാലാണെങ്കിൽ നാളെ സ്വർഗത്തിലെ തലയാക്കും. എന്റെ ഭാര്യ സ്നാനപ്പെട്ടു, മോൻ സ്നാനപ്പെട്ടു. ഈ 2 വർഷം 3 മാസം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ 18 പേര് സ്നാനപ്പെട്ടു. ദൈവമക്കളെ, ഈ കൈകൊണ്ട് ഈ 2 വർഷം 3 മാസം കൊണ്ട് 30-ലധികം പേരെ സ്നാനപ്പെടുത്തി.
ഇന്നലെ രാത്രി 10 മണി വരെ ഏകദേശം 4000-ഓളം പേരെ തീരുമാനത്തിലേക്ക് നടത്താൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പറഞ്ഞത് എന്താണെന്നറിയാമോ? ആശ്രയിച്ചാൽ ലജ്ജിക്കേണ്ടി വരില്ല, ഒരു നന്മയ്ക്കും കുറവ് വരില്ല. അനുഗ്രഹിക്കും. ഒരു